മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ 12 പ്രതികളെ വിട്ടയച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. അതേസമയം വിട്ടയച്ച 12 പേരെയും വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കി. പി ബസന്ത് വാർത്ത കേൾക്കുമ്പോൾ വളരെ സുപ്രധാനമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മനസ്സിലാകുകയാണ്. ഈ കേസിന്റെ പശ്ചാത്തലവും ഉൾപ്പെടെ കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, 2006 ജൂലൈ 11 മുംബൈയിലെ സബർബൻ റെയിൽ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ശൃംഖലയിൽ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇത് നടത്തിയവർ എന്നാരോപിച്ചാണ് 12 പേരെ വിചാരണ കോടതി ജീവപര്യന്തം തടവിനും അതോടൊപ്പം ഇതിൽ 5 പേർക്ക് വധശിക്ഷയും നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി റദ്ദാക്കിയത്. മാത്രമല്ല, ഈ വധശിക്ഷ റദ്ദാക്കുന്നതിന് പുറമെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള തീരുമാനവും വന്നു. 20 കൊല്ലത്തിന് ശേഷം ഈ കേസിലെ പ്രതികളായ 12 പേരും പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എത്തിയത്. ഇതുമായി, അതായത് മഹാരാഷ്ട്രയിലെ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള മൊക്കോക്ക നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളെ ബാധിക്കുന്നതാണ് ഈ ഹൈക്കോടതി വിധി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതി ഈ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാം എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. ഈ വിട്ടയച്ച 12 പ്രതികളെയും വീണ്ടും അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. ഈ മുംബൈയിലെ തീവണ്ടി സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ആ കേസിൽ 671 പേജുള്ള ഒരു വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഏത് തരം സ്ഫോടക വസ്തുക്കളാണ് എന്ന് കണ്ടെത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. 2, പലരുടെയും കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചെടുത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പല ദൃക്സാക്ഷികളുടെയും വിശ്വാസ്യതയും കോടതി ചോദ്യം ചെയ്തുകൊണ്ടാണ് 12 പേരെ മോചിപ്പിച്ചത്. ഇപ്പോൾ ആ വിധിക്കാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയത്. ശരി, നിയമപരമായ ഒരു പരിശോധന കൂടി 2006 മുംബൈ സബർബൻ ട്രെയിൻ സ്ഫോടന കേസിൽ ഉണ്ടാവുകയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ 12 പ്രതികളെ വിട്ടയച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.